നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവനോടെ കിടക്കുന്ന ജാതിവെറിയുടെയും വർഗീയ മനോഭാവത്തിന്റെയും നഗ്ന പ്രകടനം കാണണോ? ഫുട്ബോൾ ഇതിഹാസം IM വിജയന്റെ മകൻ ആരോമലിന്റെ വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അതിൽ പല വീഡിയോയുടെയും കമന്റ് സെക്ഷൻ എടുത്താൽ കാണാം, മകൻ ആരോമലിന്റെ വിവാഹ ചടങ്ങിൽ നിലവിളക്കിന് സമീപം ചെരുപ്പ് ധരിച്ചു നിന്നുവെന്ന പേരിൽ IM വിജയനെ വിമർശിച്ചു. എന്നാൽ ആ വിമർശനം നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന്റെ ജന്മവും വളർന്ന സാഹചര്യവും ചൂണ്ടിക്കാട്ടിയുള്ള ജാതീയ അധിക്ഷേപങ്ങളായി മാറിയത് കേരളം എത്രത്തോളം പുരോഗമിച്ചു എന്ന് മനസ്സിലാക്കാം. എത്ര പണം സമ്പാദിച്ചാലും പഴയ കോളനി സ്വഭാവം മാറില്ല, തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി തുടങ്ങിയ പരാമർശങ്ങൾ ഒരു വ്യക്തിയെ മാത്രമല്ല, സമൂഹത്തിലെ പിന്നാക്ക വിഭാഗങ്ങളെ മുഴുവൻ അപമാനിക്കുന്ന വിഷവാക്കുകളാണ്. ഇത്തരം കമന്റുകൾ എഴുതുന്നവർക്ക് ലജ്ജയുണ്ടാകണം. കാരണം അവർ ആക്രമിക്കുന്നത് ഒരു മനുഷ്യനെ അല്ല, ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തെയും മനുഷ്യാഭിമാനത്തെയുമാണ്. IM വിജയൻ ആരാണെന്ന് മറക്കരുത്. ദാരിദ്ര്യത്തെയും സാമൂഹിക അവഗണനയും അതിജീവിച്ച് ഇന്ത്യൻ ഫുട്ബോളിന്റെ നെറുകയിലെത്തിയ പോരാളിയാണ് അദ്ദേഹം. രാജ്യത്തിന്റെ അഭിമാനമായ ഒരാളെ അദ്ദേഹത്തിന്റെ ജന്മത്തിന്റെ പേരിൽ അപമാനിക്കുന്നവർ യഥാർത്ഥത്തിൽ സ്വന്തം സാംസ്കാരിക ദാരിദ്ര്യമാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. ഏറ്റവും ആശങ്കാജനകമായത് ഇത്തരം ജാതീയ വിദ്വേഷം ഇന്നും സാമൂഹിക മാധ്യമങ്ങളിൽ നിർഭയമായി എഴുതാൻ ആളുകൾക്ക് ധൈര്യമുണ്ടെന്നതാണ്. വ്യാജ പ്രൊഫൈലുകളുടെ മറവിൽ മനുഷ്യരെ അപമാനിക്കുന്നവർ അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിക്കുകയല്ല, നിയമം ശിക്ഷിക്കേണ്ട വിദ്വേഷ കുറ്റമാണ് ചെയ്യുന്നത്. ഇത്തരം കമന്റുകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണം. അല്ലാത്ത പക്ഷം സാമൂഹിക മാധ്യമങ്ങൾ വിദ്വേഷത്തിന്റെ ചവറ്റുകുട്ടയായി മാറും. ഒരു നിലവിളക്കിന്റെ മുന്നിൽ ചെരുപ്പുണ്ടായിരുന്നോ എന്നതല്ല ഇന്ന് സമൂഹം ചർച്ച ചെയ്യേണ്ടത്. മനുഷ്യരുടെ മനസ്സിൽ ഇന്നും ജാതിവെറി എന്ന വിഷം ഇത്രയും ആഴത്തിൽ കിടക്കുന്നത് എങ്ങനെയാണെന്നതാണ് ചോദിക്കേണ്ടത്. കാലിലെ ചെരുപ്പ് അഴിച്ചാൽ മതി, പക്ഷേ മനസ്സിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ജാതിവെറി അഴിച്ചെറിയാൻ തയ്യാറാകാത്തവരാണ് ഇന്ന് സമൂഹത്തിന് യഥാർത്ഥ അപമാനം.